എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ന്യൂസിലൻഡിനെ നേരിടുമ്പോൾ ഇന്ത്യ തങ്ങളുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം ലക്ഷ്യമിട്ടായിരിക്കും ഇറങ്ങുക. ദുബായിലെ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നാളെ ഞായറാഴ്ച മത്സരം നടക്കും. തോൽവിയറിയാതെയാണ് ഇന്ത്യൻ ടീം ഞായറാഴ്ച ന്യൂസിലൻഡിനെ നേരിടുന്നത്. ന്യൂസിലൻഡിനെതിരായ മത്സരം ഉൾപ്പെടെ ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെ 44 റൺസിന് പരാജയപ്പെടുത്തിയ ഇന്ത്യ വീണ്ടും അവരെ തോൽപ്പിക്കാനുള്ള സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. 3 തവണ ചാമ്പ്യൻസ് ട്രോഫി നേടുന്ന ആദ്യ ടീമായി മാറാൻ കഴിയുമെന്നതിനാൽ ഇന്ത്യൻ ടീം ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുന്നു. ഇനി നമുക്ക് മത്സരത്തിന്റെ പ്ലേയിംഗ് 11 ഒന്ന് പരിശോധിക്കാം. മത്സരത്തിൽ ഇന്ത്യൻ പ്ലേയിംഗ് 11ന്റെ ഓപ്പണർമാരായി രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഉണ്ടാകും. കിരീടം നിർണ്ണയിക്കുന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകേണ്ട ഉത്തരവാദിത്തം അവരുടെ മേലായിരിക്കും. മൂന്നാമനായി വിരാട് കോഹ്ലി എത്തും. ഫൈനലിൽ ഇന്ത്യയുടെ പ്രധാന കളിക്കാരിൽ ഒരാളാണ് വിരാട് കോഹ്ലി. ടീമിനെ ബാറ്റ് കൊണ്ട് നയിക്കേണ്ട ഉത്തരവാദിത്തം സീനിയർ ബാറ്റ്സ്മാനായിരിക്കും. ഓസ്ട്രേലിയയ്ക്കെതിരായ സെമിഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കോഹ്ലി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 4-മനായി ശ്രേയസ് അയ്യർ ഇറങ്ങും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ബാറ്റിംഗിൽ ശ്രേയസ് അയ്യർ തന്റെ മികച്ച പ്രകടനം തുടരുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ മറ്റൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 5-മനായി അക്സർ പട്ടേൽ എത്തും. ഓസ്ട്രേലിയയ്ക്കെതിരെ ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അക്സർ പട്ടേൽ ഗ്ലെൻ മാക്സ്വെല്ലിന്റെ നിർണായക വിക്കറ്റ് വീഴ്ത്തിയതിനു പുറമെ 27 റൺസും നേടി. 6-ാം സ്ഥാനത്ത് KL രാഹുൽ എത്തും. കഴിഞ്ഞ മത്സരത്തിലും KL രാഹുൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്ത്യ പ്ലേയിംഗ് 11ൽ അക്സറിനെ കൂടാതെ രവീന്ദ്ര ജഡേജയും ഹാർദിക് പാണ്ഡ്യയും ഓൾറൗണ്ടർമാരാക്കും. ഓസ്ട്രേലിയയ്ക്കെതിരെ പാണ്ഡ്യ 28 റൺസ് നേടുകയും ഒരു വിക്കറ്റ് നേടുകയും ചെയ്തു. മറുവശത്ത് ജഡേജ 2 വിക്കറ്റുകളും നേടി. ഓസ്ട്രേലിയയ്ക്കെതിരായ സെമിഫൈനൽ വിജയത്തിനു ശേഷം ഇന്ത്യ അവരുടെ ബൌളിംഗ് നിരയിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. ഇന്ത്യൻ പ്ലേയിംഗ് 11ൽ ഒരു ഫ്രണ്ട് ലൈൻ പേസറും 2 സ്പിന്നർമാരും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാണ്ഡ്യ മറ്റൊരു ഫാസ്റ്റ് ബൌളിംഗ് ഓപ്ഷനായി വരുന്നതോടെ ന്യൂസിലൻഡിനെതിരായ പേസ് ആക്രമണത്തെ മുഹമ്മദ് ഷമി നയിക്കും. വരുൺ ചക്രവർത്തി 2 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ഓസ്ട്രേലിയയ്ക്കെതിരെ ഒരു വിക്കറ്റ് പോലും വീഴ്ത്താൻ കഴിയാതെ പോയ കുൽദീപ് തിരിച്ചുവരവ് നടത്താനാണ് ശ്രമിക്കുന്നത്. ICC മീറ്റിംഗുകളിൽ ന്യൂസിലാൻഡ് ഇന്ത്യക്കാർക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. മികച്ച ഫോമിലുള്ള ഇന്ത്യയായിരിക്കും വരാനിരിക്കുന്ന മത്സരം ജയിക്കാൻ സാധ്യത എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ടീമിലെ എല്ലാവരും തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതുപോലെ തന്നെ മുന്നോട്ടു പോയാൽ എന്തായാലും ഇന്ത്യയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കാൻ സാധിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.